30 നഴ്സുമാർ ഇസ്രായേൽ കെയർടേക്കറായിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങൾ പ്രത്യേകമായി എല്ലാ മേലധികാരികൾക്കും മുമ്പിൽ ഒരു കാര്യം അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 9:30-ക്കായിരുന്നു കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലെ എയർ ഇന്ത്യയിലേക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ വന്നത് രാത്രി 11-ന് ഞങ്ങൾ ഡൽഹി എയർപോർട്ടിലെത്തി. ഞങ്ങൾക്ക് 30 പേർക്കും കൊച്ചിയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്തതിനു ശേഷം ബോർഡിംഗ് പാസ് കിട്ടിയവരാണ്. 15 മണിക്കൂർ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്ത ശേഷം 2:30-നുള്ള ടെലവീവ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ കയ്യിൽ നിന്നും പാസ്പോർട്ടും ബോർഡിംഗ് പാസും ഞങ്ങളുടെ കയ്യിൽ നിന്നും അവർ വാങ്ങുകയും റീ എൻട്രി പെർമിറ്റ് വാലിഡ് അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് തിരിച്ചു പോകാനായിട്ട് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങളെ 21-ാം നമ്പർ ഗേറ്റിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് എയർ ഇന്ത്യയുടെ ജീവനക്കാർ ഞങ്ങളോട് അവരുടെ ഒപ്പം ചെല്ലാനും ഞങ്ങളോട് നിങ്ങൾക്ക് പോകാനായിട്ടുള്ള പെർമിഷൻ തരാമെന്നും പറഞ്ഞ് ഞങ്ങളെ അവരുടെ ഒപ്പം എയർപോർട്ടിന്റെ എക്സിറ്റിൽ കൊണ്ടുപോവുകയും അവിടെ ചെന്ന് സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം ഞങ്ങളുടെ ബോർഡിംഗ് പാസും അത് ക്യാൻസൽ ചെയ്ത് പാസ്പോർട്ടും ഞങ്ങളുടെ ലഗേജ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കൊടുത്തിരുന്ന ലഗേജും ഞങ്ങൾക്ക് തിരികെ തരാനായും അവർ ശ്രമിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ 30 പേരും തിരിച്ചു പോകാൻ തയ്യാറല്ലെന്ന് അവരെ അറിയിക്കുകയായിരുന്നു. ഇന്നലെ 10 മണിക്ക് ശേഷം ഞങ്ങൾക്ക് ഫുഡോ ജലമോ ഒന്നും അവരാരും തന്നിട്ടില്ല. പല മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് വന്നേക്കുന്ന പലരും ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾക്ക് തിരികെ പോകാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിലല്ല. ഈ കൊറോണയുടെ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ പണമോ ഒന്നുമില്ല. ഞങ്ങളുടെ കേരളത്തിലുള്ള ഞങ്ങളുടെ വീട്ടുകാർ ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ ശേഷമാണ് ഞങ്ങൾ പല ഞങ്ങളുടേതായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിലുള്ള പലരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്നിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്ന 52,900 രൂപയ്ക്കാണ് ഞങ്ങൾ 1 വേ, അതായത് കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു ടെലവീവ് ടിക്കറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഡബിൾ ടിക്കറ്റിന്റെ ചാർജ് പേ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ തിരിച്ചു പോകാൻ ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ പണമോ ഒന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് യാതൊരു രീതിയിലും ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു സംവിധാനവും ഞങ്ങളുടെ കയ്യിലില്ല. ആയതിനാൽ ഞങ്ങൾ 30 പേരുണ്ട്. ഞങ്ങൾ ശരിക്കും നേഴ്സുമാരുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ അവരോട് റിട്ടേൺ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കൊച്ചിക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ അവര് പറയുന്നത് അതിന് അവർക്ക് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഇസ്രയേലിലേക്ക് പോകണമെന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ കെയർടേക്കേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ എല്ലാ ഫാമിലി അവരെല്ലാവരും കൂടെ ഞങ്ങളെ വിളിച്ചോണ്ടിരിക്കുകയാണ്. വന്നിരിക്കുന്നത് എയർ ഇന്ത്യയുടെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്ന 52,900 രൂപയ്ക്കാണ് ഞങ്ങൾ 1 വേ, അതായത് കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു ടെലവീവ് ടിക്കറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഡബിൾ ടിക്കറ്റിന്റെ ചാർജ് പേ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ തിരിച്ചു പോകാൻ ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ പണമോ ഒന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് യാതൊരു രീതിയിലും ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു സംവിധാനവും ഞങ്ങളുടെ കയ്യിലില്ല. ആയതിനാൽ ഞങ്ങൾ 30 പേരുണ്ട്. ഞങ്ങൾ ശരിക്കും നേഴ്സുമാരുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ അവരോട് റിട്ടേൺ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കൊച്ചിക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ അവര് പറയുന്നത് അതിന് അവർക്ക് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഇസ്രയേലിലേക്ക് പോകണമെന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ കെയർടേക്കേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ എല്ലാ ഫാമിലി അവരെല്ലാവരും കൂടെ ഞങ്ങളെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എത്തുന്നത്, എപ്പോഴാണ് ജോലിയിൽ കയറുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല. ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു നിമിഷം immigration stamps, everything. They make it everything, even immigration stamps. ഞങ്ങളുടെ ക്ലിയറൻസും ബോർഡിംഗ് പാസും എല്ലാം കറക്റ്റായി കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത് ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എത്തിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത് ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോവാതെ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ ടെല്ലവീവിന് ഫ്ലൈ ചെയ്യുവാനുള്ള അനുമതി നൽകണമെന്ന് ഞങ്ങൾ എല്ലാവരും ഇസ്രായേൽ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല എന്നാണ് എയർ ഇന്ത്യ ഞങ്ങളെ അറിയിച്ചത്. പക്ഷെ ഞങ്ങൾ വിളിച്ച് അവിടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്ന വീടുകളിലും സ്ഥാപനങ്ങളിലും വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ടും അവർ പറയുന്നില്ല. എന്താണ് എയർ ഇന്ത്യ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. With the rules and regulations, they did boarding pass
and immigration stamps with the passport and boarding pass also, and they transport our luggage. ഞങ്ങൾ എന്താണെങ്കിലും ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് കൊച്ചിയിലോട്ട് പോവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. Israel. We want to fly to Israel.